നമസ്കാരം. കേരളം എന്തിന് രാജ്യം പോലും ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. ഒരാഴ്ച മുൻപ് വയനാട്ടിലുണ്ടായ ആ വൻ ദുരന്തം, 2 ഗ്രാമങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി, നിരവധി മനുഷ്യജീവനുകൾ അവിടെ എന്നേക്കുമായി നിലയ്ക്കുകയും ചെയ്തു. അവിടെ നിന്നുള്ള നിരവധി വാർത്തകളാണിപ്പോൾ നമ്മൾക്ക് ഒരാഴ്ച പിന്നിടുമ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വാർത്തകൾ, ജീവിതത്തിലെ അവരൊക്കെ മൺമറഞ്ഞു പോയവർ അനുഭവിച്ച കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അവരുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ, അവരെങ്ങനെ ഇല്ലായ്മകളെ അതിജീവിച്ച് ജീവിതത്തിൻ്റെ മുഖ്യ വീതിയിലേക്ക് കടന്നു വന്നത് എങ്ങനെ എന്നൊക്കെയുള്ള ചെറു വർത്തമാനങ്ങളൊക്കെ ലഭിക്കുകയാണ്. ഈ മരണത്തിന് തൊട്ടു മുൻപ് പോലും നടന്ന ചില നിരവധി കാര്യങ്ങളാണ് വരുന്നത്. അക്കൂട്ടത്തിലൊന്നാണിത്. അവിടെ നിന്ന് ഈ ദുരന്തം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് പോയ ഒരു ഫോൺ കോൾ, ഞങ്ങൾ അപകടത്തിലാണ്, ഇവിടെ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്, വെള്ളം പൊങ്ങി വരികയാണ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കോ എന്ന നീതു ജോയിയുടെ ഇടറിയ ഫോൺ വിളിയിലൂടെയാണ് ഭീകരമായ ഈ ദുരന്തം പുറം ലോകം അറിഞ്ഞത്. ഒന്നാമത്തെ ഉരുൾ പൊട്ടിയപ്പോൾ സുരക്ഷിത ഇടമെന്ന് കരുതി കുറേ കുടുംബങ്ങൾ ഓടിയെത്തിയത് നീതുവിൻ്റെ വീട്ടിലായിരുന്നു. ആ സമയത്ത് അറിയുന്നവരെയൊക്കെ നീതു വിളിച്ചറിയിച്ചതനുസരിച്ചാണ് ഫയർ സർവീസും രക്ഷാവാഹനങ്ങളും ആംബുലൻസും പ്രദേശത്തേക്ക് പുറപ്പെട്ടത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, താഞ്ചിലോട് റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങി. അതിനിടയിലാണ് രണ്ടാമത് ഉരുൾപൊട്ടി നീതുവിൻ്റെ വീടുൾപ്പെടെ വെള്ളം വിഴുങ്ങിയത്. ഭർത്താവ് ജോജോ വീട്ടിലുള്ളവരെയും അഭയം തേടിയെത്തിയവരെയും തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് മാറ്റി സുരക്ഷിതമാക്കിയപ്പോഴാണ് തൻ്റെ ജീവൻ്റെ പാതി കൈവിട്ടു പോയതറിയുന്നത്. ദുരന്തഭൂമിയിൽ ചെളിയിൽ പരതി പൊട്ടിക്കരയുന്ന ജോജോയെ ആശ്വസിപ്പിക്കാൻ രക്ഷാപ്രവർത്തകർക്കാകുന്നില്ല. പുഴയെടുത്തുപോയ വീടിൻ്റെ അവശിഷ്ടങ്ങളിൽ തൻ്റെ പ്രിയതമയെ കാണാതെ തകർന്നു പോയ ജോജോ കരളലിയിപ്പിക്കുന്ന കാഴ്ചയായി മാറുകയാണ് ആ ദുരന്തഭൂമിയിൽ. മേപ്പാടി വിംസ് ആശുപത്രിയിൽ സ്റ്റാഫായിരുന്നു നീതു. ശനിയാഴ്ചയാണ് നീതുവിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. ചൂരൽമല സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കാരവും നടത്തി. ഏക മകൻ പാപ്പി. ഇങ്ങനെ നിരവധി കൊച്ചു കൊച്ചു വാർത്തകൾ വരുമ്പോൾ നമ്മളെ ഏറെ നൊമ്പരപ്പെടുത്തുന്നതാണ് ഇവയെല്ലാം. കൊച്ചു കൊച്ചു വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് ആ ദുരന്തഭൂമിയിൽ നിന്ന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആ 2 ഗ്രാമങ്ങളിൽ നിന്നുള്ള ചെറിയ സന്തോഷങ്ങളും ചെറിയ ദുഃഖങ്ങളും അതുപോലെ ആ ജീവിതത്തെ അവർ നേരിട്ടതുമായിട്ടുള്ള കഥകളാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് മുൻപിൽ നിൽക്കുന്നതായ കാര്യം.